അങ്ങനെ രണ്ടാമത്തെ ഫാമിലി ബിഗ് ബോസ് വീടിനകത്തേക്ക് വന്നിരിക്കുകയാണ്. അൻസിബയുടെ ഉമ്മയും അനിയനും. ജാസ്മിനെ വന്ന പാടെ കെട്ടിപ്പിടിച്ച് നീ എൻ്റെ മോളെ പോലെ തന്നെയാണെന്നൊക്കെ പറയുകയാണ് അൻസിബയുടെ ഉമ്മ. ഋഷിയുടെ അമ്മ ചെറിയ കട്ടിൽ സൂചനയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഋഷിയുടെ അനിയൻ വേണ്ടമ്മ പറയണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നിർദ്ദേശിച്ച് വിട്ടതാണ് കേട്ടോ, ഒരു വകുപ്പും പറയരുതെന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച് വിട്ടതാണ്. അതാണ് ഈ പറഞ്ഞ ചെറിയതായിട്ടൊന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ പറയുന്ന ഋഷിയുടെ അനിയൻ ഋഷിയുടെ അമ്മയെ തടഞ്ഞു. അൻസിബ വന്ന പാടെ എനിക്കിനി പറ്റത്തില്ല, എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലെവലിലാണ് നിൽക്കുന്നത്. പിന്നെ അൻസിബയുടെ അനിയൻ പക്ക മോട്ടിവേഷൻ. അൻസിബയുടെ ഉമ്മയും പൊളി, അനിയനും പൊളി, സൂപ്പറായിട്ട് അവരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈവൻ ഗെയിമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ലെങ്കിലും ഋഷിയുടെ അമ്മയെയും അനിയനെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഫാർ ബെറ്റർ ആയിട്ട് ഈ പറഞ്ഞ പോലെ അൻസിബയുടെ ഉമ്മയും അനിയനും സൂപ്പറായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പറായിട്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത പാട്ട് കേൾക്കുകയാണ്. ഇവരിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ ടൊട്ടോടു എല്ലാവരും നേരെ ഓടുന്നു. അൻസിബയ്ക്ക് മനസ്സിലാവുന്നു. അൻസിബ കിച്ചണിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എന്നുള്ളൊരു നോക്ക് സ്റ്റവ് ഓഫ് ആക്ക് നേരെ പോകുന്നു. ലിവിങ് റൂം വീണ്ടും അടച്ചിരിക്കുന്നു. കാറ് വരുന്നു, കുറേ നേരം കരയുന്നു. കാല് പിടിക്കാൻ ബിഗ് ബോസ് നന്ദനയും അൻസിബയും കൂടിയാണ് നിൽക്കുന്നത്. രണ്ടുപേരിലൊരാളുടെ വീട്ടുകാരാണെന്ന് അവർക്കറിയാം. തുറക്കുന്നു, ഡോർ പോയി നോക്കുന്നു, അൻസിബയുടെ ഉമ്മയാണ്, അനിയനും ഉണ്ട്. ഇറങ്ങിയ പാടെ അൻസിബയെ കെട്ടിപ്പിടിക്കുന്നു, അനിയൻ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് ജാസ്മിനെ കെട്ടിപ്പിടിക്കുകയാണ് ഉമ്മ. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ അയ്യോ, നമ്മുടെ ഗബ്രി ഔട്ടായപ്പോൾ ഇരുന്നുണ്ടല്ലോ അയ്യോ അതുപോലെ മോളെ നീ എൻ്റെ മോളെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജാസ്മിൻ വീണ്ടും മാറുന്നു, അയ്യോ വീണ്ടും കെട്ടിപ്പിടിക്കുന്നു. അത് കണ്ടപ്പോൾ അതൊന്ന് കാണണമായിരുന്നു. അപ്പോൾ ജാസ്മിന് ഭയങ്കര ഹാപ്പി ആവുന്നു. അത് കഴിഞ്ഞ് നേരെ ഇവർ പോകുന്നു, വെള്ളം കുടിക്കുന്നു. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. നേരെ നമ്മുടെ പവർ റൂമിനകത്തോട്ട് കൊണ്ടുപോവാണ്. അൻസിബയുടെ ഉമ്മയും അനിയനും പക്ക മോട്ടിവേഷൻ. അൻസിബ ഭയങ്കര കരച്ചിലാണ്, എനിക്കിവിടെ പറ്റത്തില്ല, ഞാൻ അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും പുറത്ത് വരണമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അൻസിബയുടെ അമ്മ നീ നല്ല കുട്ടിയാണ് മോളെ, നീ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല കുട്ടിയല്ലേ നീ എപ്പോൾ വന്നു കഴിഞ്ഞാലും നിൻ്റെ തോള് ചായ്ക്കാനായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, നിനക്ക് തോളയൊക്കെ ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പം അൻസിബയുടെ അനിയൻ കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ കുറച്ച് ദിവസം കൂടി സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ അമ്മ പറ്റും, നിന്നെ കൊണ്ട് പറ്റും. അപ്പോൾ അൻസിബ എനിക്ക് മനസ്സിലാവല്ല ഇവിടുത്തെ ഗെയിം എന്താണെന്നോ കാര്യം എന്താണെന്നോ എനിക്കൊന്നും മനസ്സിലാവല്ല. അപ്പോൾ അമ്മ നീ വീട്ടിൽ എങ്ങനെയാണോ നീ അതുപോലെ നിൽക്കേ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ നിൽക്കുന്നത്, അത് ഉമ്മക്ക് അറിയാം. അത് ഈ ഫാമിലി വീക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അപ്പൂന് എക്സാം ആയിപ്പോയി. അപ്പോൾ അൻസിബ അപ്പം അനിയൻ ഇത്താത്ത ചേഞ്ച് ആവണ്ട, ഇത്താത്ത എങ്ങനെയാണോ ഇത്താത്ത അതുപോലെ തന്നെ നിന്നാൽ മതി. അപ്പം എന്നിട്ട് പറയാണ് ജനങ്ങൾക്ക് ഇത്താത്തയെ വേണ്ടെന്നാകുമ്പോൾ അവർ പുറത്താക്കിക്കോളും, അപ്പോൾ വന്നാൽ മതി, അതുവരെയും വരണ്ട. ഓക്കെ. അപ്പോൾ അൻസിബ എനിക്ക് തോന്നാറുണ്ട് ഇവിടെ പലപ്പോഴും പല കണ്ടസ്റ്റൻസും പോകുന്നത് കൊണ്ട് ഞാനിവിടെ ലക്കിന് നിന്ന് പോകുന്നതാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്നതല്ലേ ഉമ്മ അനിയ, എനിക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അനിയൻ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്, കരയാതിരിക്കേ. അപ്പോൾ അമ്മ അന്നത്തെ ഫിസിക്കൽ അസോൾട്ട് കണ്ടിട്ട് നീ കരഞ്ഞത് കണ്ടിട്ട് എനിക്ക് പേടിച്ചു പോയി. അന്ന് മുതലേ എനിക്ക് നിന്നെ ഒന്നൊന്ന് കണ്ട് സമാധാനിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം നീയായിട്ട് തന്നെ നിൽക്കണം, ഇപ്പം നീ നിൽക്കുന്ന പോലെ അതുപോലെ നീ നിൽക്കണം. പിന്നെ നമ്മുടെ ജാസ്മിനെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ അപ്പൂനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതാണ് ഞാൻ അവളെ കെട്ടിപ്പിടിച്ചത്. എനിക്ക് അവളെ മോളെ പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അൻസിബ എനിക്കും അങ്ങനെ തന്നെയാണ് ഉമ്മ. പിന്നെ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയൂ, അത്രേ ഉള്ളൂ. നീ നന്നായിട്ട് കളിക്കുക, എല്ലായിടത്തും നീ നല്ലതുപോലെ പെരുമാറുക. അപ്പം എന്താ ഞാൻ വേറെ അടുത്തേലും മോശമായിട്ട് പെരുമാറിയോ? അങ്ങനെയല്ല, നീ നന്നായിട്ട് പെരുമാറുക, നന്നായിട്ട് കളിക്കുക. അപ്പം അടുത്ത സഹോദരൻ നീ നിനക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നീ ചെയ്യുക. കേട്ടോ ഇത്താത്ത, ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. പിന്നീട് ജിൻഡോപ്പം എങ്ങനെയുണ്ട്? ജിൻഡോപ്പം ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് എന്ന് ഇവർ പവർ റൂമിനകത്ത് തന്നെ സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ അൻസിബയുടെ അമ്മ പറയുകയാണ് മോളെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പം ഇവിടെ ഉള്ളത് എല്ലാം കളഞ്ഞിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നീ വെളിയിൽ ഇറങ്ങി വരിക, ഇവിടെ ഉള്ളതെല്ലാം നീ ഇവിടെ കളയണം. അപ്പം അനിയനും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടുത്തെ നെഗറ്റിവിറ്റികളെല്ലാം ഇവിടെ കളഞ്ഞ് നമുക്കൊരു ട്രിപ്പിന് പോകണം, ഒരു റോഡ് ട്രിപ്പിന് നമുക്ക് പോകണം. അപ്പോൾ അൻസിബയ്ക്ക് കത്തുന്നുണ്ടോ ഒന്ന്, നെഗറ്റിവിറ്റികളെല്ലാം ഇവിടെ കളയണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കത്തുന്നുണ്ടായിരിക്കാം, പോവാം. അപ്പം അൻസിബ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ, ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ ഉള്ളവർ ഇവിടെ കളഞ്ഞിട്ടേ പോകത്തുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഗെയിമിൽ ഇതുണ്ടാകുന്ന ഗബ്രി എടുത്താണ്. ആ ഗബ്രി പോയ സമയത്ത് ഞാൻ പോയി കെട്ടിപ്പിടിച്ചു, കാരണം ഞാൻ ഇവിടെ ഉള്ളത് ഇവിടെ കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അവരുടെ സംസാരം ഇത്രയാണ്. ഇതേ സമയം മറുവശത്ത് ഋഷി അമ്മയും അനിയനെയും കൊണ്ട് നേരെ ഡെന്നിലോട്ട് പോകുന്നു. അപ്പോൾ ഋഷി പറയുന്നത് എനിക്കിവിടുത്തെ ആളുകളുടെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല, പുറത്തൊക്കെ ഓക്കെ ആണല്ലോ, പെർഫെക്റ്റ് ആണോ? ഓക്കെ ഒരു പ്രോബ്ലം ഇല്ല, നീ ഹാപ്പിയായിട്ട് ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോഴേ ഋഷി ഇവിടുത്തെ ആളുകളുണ്ടല്ലോ 2-3 ആഴ്ചയൊക്കെ കൊണ്ടാണ്, ഒരാഴ്ച 2 ആഴ്ച കൊണ്ടാണ് അവരവരുടെ ക്യാരക്ടർ മനസ്സിലാക്കുന്നത്. എനിക്കൊക്കെ ആണെങ്കിൽ 1 വർഷം വേണം ഒരാളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ.
അപ്പോൾ ഋഷിയുടെ അമ്മ മോനെ അങ്ങനെയൊന്നും ഇല്ല 2-3 ആഴ്ച തന്നെ മതി. അങ്ങനെ അല്ല അമ്മ 2-3 ആഴ്ചയൊന്നും പോരാ. അത് മോനെ നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന അപ്പം അനിയൻ അടുത്തിരിക്കുകയാണ് ഋതുകുമാർ എന്നാണ് പേര്. ഋതു ഇങ്ങനെ അമ്മ ഇങ്ങനെ അങ്ങനെ അല്ലടാ എടാ അതല്ലടാ എന്നിങ്ങനെ ഋഷി പറയാണ്. അപ്പം അമ്മ പറയട്ടെ ഞാൻ അതല്ല പറയുന്നത്, നീ ഇവിടെ ഇരുന്നിട്ട് നീ എല്ലാം നോക്കണം. അപ്പം ഋഷി പറഞ്ഞു ഞാൻ മതിയാക്കി ഇവിടെ ഇരിക്കുന്നത്, ഞാൻ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മതിയാക്കി. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇല്ലല്ലോ. ആദ്യമാണ് ഞാനും അൻസിബയുടെ കട്ടിൽ ഇരുന്നുകൊണ്ടത്, ഇപ്പം നമ്മൾ ഇരിക്കൊക്കെ ഇല്ല. അത് കട്ടിലിൻ്റെ ക്ലൂ കിട്ടി. ആർക്ക്? ഋഷിക്ക് കട്ടിലിൻ്റെ കാര്യം നെഗറ്റീവ് ആണെന്നുള്ള ക്ലൂ കിട്ടി. അത് ഇവരുടെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഭയങ്കരമായിട്ട് ഇവരെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്ന സപ്പോർട്ട് എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും ഈ പറഞ്ഞ പോലെ. അത് മാത്രമല്ല ഈ പറയുന്ന അൻസിബയുടെ ഫാമിലി ആയിക്കോട്ടെ അവരും ഋഷി അടുപ്പിക്കുന്നില്ല, ഋഷിയുടെ ഫാമിലി ആയിക്കോട്ടെ അവരും അൻസിബയെ അടുപ്പിക്കുന്നില്ല. അറിയത്തില്ല, നമുക്ക് നോക്കാം. അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.